നമസ്കാരം. ഇത് പാലക്കാട് ജില്ലയിലെ നെമ്മാറയ്ക്കടുത്തുള്ള ഒരു മലയോര ഗ്രാമത്തിലെ പുരാതനമായ മേലേക്കാവിലെ പൂജയാണ്. കളം പൂജ എന്നാണ് ഇതിന് പറയുന്നത്. എന്നാൽ നാഗദൈവങ്ങളെ സംബന്ധിച്ചുള്ള കളമെഴുത്തുപാട്ടും പൂജയുമായി യാതൊരു ബന്ധവും ഈ പൂജയ്ക്കില്ല. പ്രകൃതി മനോഹരമായ ഒരു കുന്നിൻ മുകളിലാണ് ഈ ചെറിയ കാവുള്ളത്. ശ്രീ കുറുമ്പ ഭഗവതി എന്ന കൊടുങ്ങല്ലൂരമ്മയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ചില ഭക്തർ ഇവിടെ ഒരു ദൈവ സാന്നിധ്യമുള്ളത് മനസ്സിലാക്കി പാലക്കാട്ടുശ്ശേരി രാജവംശത്തിൽ വിവരമറിയിച്ചതായാണ് പറയപ്പെടുന്നത്. പിന്നീട് ആ കാലത്ത് രാജകുടുംബാംഗങ്ങൾ ഇവിടെ ഒരു കാവ് നിർമ്മിച്ച് സ്വയംഭൂവായ ദേവിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നടത്തിപ്പിന് ആവശ്യമായ കൃഷിയിടങ്ങൾ നൽകി എന്നാണ് ചരിത്രം. ഇന്നും ഇതൊരു സ്വകാര്യ കോവിലാണ്. കാവ് എന്ന സങ്കല്പത്തിനും എത്ര കാലം മുമ്പ് ദേവി ഇവിടെ കുടിയിരുന്നു എന്നതിനെപ്പറ്റി ശരിയായ വിവരങ്ങളില്ല. മലയാള മാസം വൃശ്ചികം 1 മുതൽ 29 ദിവസമാണ് കളം പൂജയുള്ളത്. ഓരോ ദിവസത്തെ പൂജയും ഓരോരുത്തരുടെ വഴിപാടാണ്. വൃശ്ചികം 30-ന് കതിര് എന്ന മഹോത്സവം. 29-ൽ കൂടുതൽ ആളുകൾ കളത്തിന് വഴിപാട് കൊടുത്താൽ അടുത്ത വർഷത്തേക്ക് മാറ്റി നൽകുകയേ നിവൃത്തിയുള്ളൂ. ഇളനീർ, തെങ്ങിൻ പൂക്കുല, അരി, നെല്ല് എന്നിങ്ങനെ 5000-ലധികം രൂപയോളം ചെലവ് വരുന്ന പൂജയാണിത്. സ്ഥിരം കളമുള്ള ആളുകളാണ് അധികവും. അച്ഛന് 18 വയസ്സിൽ കേന്ദ്ര സർക്കാർ ജോലി ലഭിച്ചപ്പോൾ മുത്തശ്ശി നേർന്ന വഴിപാടാണിത്. ഈ കളം പൂജ 61-ാമത്തെ വർഷവും മുടങ്ങാതെ നടത്താൻ പറ്റുന്നത് ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ന്യായമായ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ശക്തിയുള്ള ദേവിയാണ് ഇവിടുത്തെ ശ്രീ കുറുമ്പ ഭഗവതി. ഏകദേശം രാത്രി 8 മണിയോടെയാണ് പൂജ ആരംഭിക്കുന്നത്. കളം വരയ്ക്കുന്നതിന് നെല്ലിന്റെ ഉമി കരിച്ചുള്ള കറുത്ത പൊടിയടക്കം 5 വർണ്ണത്തിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്. രുദ്രക്കളം എന്നാണ് കളത്തിന്റെ പേര്. തെങ്ങിന്റെ കുരുത്തോല സ്റ്റെൻസിലാക്കിയാണ് കളം വരയ്ക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് വല്യച്ഛനും മുത്തശ്ശിയുമൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരും അയൽവാസികളും അടക്കം ഒരു 100 പേരെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ എത്തുമായിരുന്നു. കാവിന് ചുറ്റുമുള്ള വീടുകളിലുള്ളവർ വേറെയും. ക്ഷേത്ര മുൻവശം വരെ 4 ചക്ര വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല. രാത്രിയിൽ പാടവരമ്പത്തുകൂടെ 2 കിലോമീറ്റർ ദൂരം കണ്ണയാർകളി ഉത്സവത്തിന് പോകും പോലെ ചൂട്ടും പന്തവും പിടിച്ചൊക്കെ വർഷാവർഷം എല്ലാവരും പോയ കാലം ഓർമ്മയിലുണ്ട്. അന്ന് ആളുകൾക്ക് അധികം വിനോദ ഉപാധികൾ ഇല്ലാത്തതും ഒരു കാരണം. ഇന്നിപ്പോൾ കാവിന്റെ മുൻവശം വരെ 4 ചക്ര വാഹനങ്ങൾക്ക് എത്താൻ പാകത്തിൽ റോഡുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റുതിണ്ണയിലും മതിലിലുമിരുന്ന് ആളുകൾ പൂജ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്ത് പൂജയിൽ പങ്കെടുക്കാൻ അതാത് ദിവസത്തെ വഴിപാടുകാരും ക്ഷേത്ര നടത്തിപ്പുകാരുമല്ലാതെ ആരും തന്നെയില്ല. ഇതെല്ലാം ആസ്വദിക്കാൻ ഇപ്പോൾ വൃദ്ധജനങ്ങളുമില്ല. മുമ്പ് വൃശ്ചിക മാസം മുഴുവനും മറ്റു മാസങ്ങളിൽ 1-ാം തീയതിയും മാത്രമാണ് മേലേക്കാവ് തുറന്നിരുന്നത്. ഇപ്പോൾ നിത്യപൂജയുണ്ട്. രാവിലെ 5 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയും ക്ഷേത്രം തുറക്കുന്നു. കോളേജ് കാലഘട്ടം വരെ മുടങ്ങാതെ കളം പൂജയിൽ ഞാനും പങ്കുകൊണ്ടിരുന്നു. പിന്നീട് വിവാഹിതയായി അന്യസംസ്ഥാനത്ത് വന്നപ്പോൾ പല കാരണങ്ങളാൽ തുടർച്ചയായി എല്ലാ വർഷവും പോകാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി ഭഗവതി ആ ഭാഗ്യം തരുന്നുണ്ട്. കാവിന്റെ മുൻമണ്ഡപത്തിൽ കളം വരച്ചു കഴിഞ്ഞാൽ ഭഗവതിയുടെ വിളക്കിലെ തിരി ചുറ്റുവിളക്ക് കത്തിക്കാൻ വഴിപാടുകാർക്ക് പൂജാരി തരും. കാവിലെ പൂജാരിക്ക് ഇവിടെ വെളിച്ചപ്പാട് എന്നാണ് പറയുന്നത്. വഴിപാടുകാരുടെ അവകാശമാണ് അന്നേ ദിവസത്തെ കൽവിളക്കും ചുറ്റുവിളക്കും തെളിയിക്കുന്നത്. എള്ളുകിഴിയിട്ടാണ് കൽവിളക്ക് തെളിയിക്കുന്നത്. മുമ്പ് ഇപ്പോഴത്തെ പൂജാരിയുടെ അച്ഛനായിരുന്നു പൂജാരി. പൂജയെല്ലാം കഴിഞ്ഞ് വെളിച്ചപ്പാട് വാളെടുത്ത് ഉറഞ്ഞു തുള്ളി കൽപ്പന പറയുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. നിശോകം ഉറയുക എന്നാണ് ഇതിന് പറയുന്നത്. വെളിച്ചപ്പാടിന്റെ മരണത്തിന് ശേഷം പിന്നീട് ആരും തന്നെ കാവിൽ കോമരം തുള്ളുന്നില്ല. ദേവിക്ക് മുന്നിൽ ഒരു പ്രത്യേക രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ചുവടുവെച്ചുകൊണ്ടുള്ള ഒരു നൃത്തമാണ് ഇത്. മുമ്പെല്ലാം കുറെ നേരം ഇതുണ്ടായിരുന്നതായാണ് ഓർമ്മ. ഇപ്പോഴുള്ള പൂജാരിയുടെ മക്കളാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. മുമ്പ് വൃശ്ചിക മാസം മുഴുവനും കളം പൂജയിൽ വണ്ണാൻ സമുദായത്തിലുള്ളവരുടെ ദേവിക്ക് പ്രിയങ്കരമായ ദേവിയുടെ ഐതിഹ്യങ്ങളെ വർണ്ണിക്കുന്ന തോറ്റമ്പാട്ട് എന്ന സംഗീതം ഉണ്ടായിരുന്നു. ഇന്ന് പുതിയ തലമുറയിലുള്ളവർ ഈ രംഗത്തേക്ക് വരാൻ കൂട്ടാക്കാത്തതിനാലും തോറ്റമ്പാട്ട് അറിയുന്ന ആളുകൾ വളരെ കുറവായതിനാലും ചിലവ് കൂടുതലായതിനാലും വൃശ്ചികം 30-നുള്ള കതിര് മഹോത്സവത്തിന്റെ അന്നു മാത്രമാണ് തോറ്റമ്പാട്ട് നടത്തുന്നത്. മുമ്പൊക്കെ ബാലെ, പൊറാട്ട് നാടകം എന്നതൊക്കെ ഇവിടെ അരങ്ങേറിയിരുന്നു.
പൂജയ്ക്കിടയിൽ താലമെടുപ്പ് എന്നൊരു ചടങ്ങുണ്ട്. പൂജാരിയുടെ കുടുംബത്തിലെ ഋതുമതിയാവാത്ത പെൺകുട്ടികളാണ് താലമെടുക്കുന്നത്. ചെണ്ടമേളത്തോടെ താലമെടുത്തുകൊണ്ട് ഉപപ്രതിഷ്ഠകളായ കറുപ്പസ്വാമി, ബ്രഹ്മരക്ഷസ്, നാഗർ പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് പോയി പൂജകൾ ചെയ്യുന്നു. പിന്നീട് ദേവിയെ സ്തുതിച്ച് പൂജാരി മന്ത്രങ്ങൾ ചൊല്ലുന്നു. കാളിയാക്ക ചൊല്ലുക എന്നാണ് ഇതിന് പറയുന്നത്. എല്ലാ കളങ്ങളുടെയും അവസാനം വൃശ്ചികം 30-ന് കതിര് എന്ന കൂട്ടക്കളം ദിവസമാണ് ഇവിടെ പ്രധാനം. അന്നേ ദിവസം പല ദേശങ്ങളിൽ നിന്നായി മുളയിൽ നെൽക്കതിരുകൾ തൂക്കിയിട്ട് ദേവിക്ക് സമർപ്പിക്കാൻ ജനങ്ങളെത്തും. അന്നേ ദിവസം രാത്രിയും പകലും ക്ഷേത്രത്തിൽ തിരക്കായിരിക്കും. രാത്രിയിൽ അന്നദാനം. പുലർച്ചെ വാദ്യഘോഷങ്ങളോടെ പോയി കല്ലമ്പാട്ട് എന്ന പ്രദേശത്തുള്ള ഇപ്പോഴത്തെ രാജാവിന് ഇടത്തിലച്ചൻ എന്നാണ് ഇവിടെ പറയുക. മുമ്പുകാലത്തെ പോലെ പല്ലക്കിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. രാജാവ് ദേവിക്ക് പൂജാസാധനങ്ങൾ സമർപ്പിക്കുന്നതടക്കം പല ചടങ്ങുകൾ കഴിയുന്നതോടെ രാജാവിനെ സകല മര്യാദകളോടെയും പല്ലക്കിൽ തിരിച്ച് കൊണ്ടുപോയി വിടും. ധനു 1-ന് ആലത്തൂരിന് സമീപമുള്ള വാനൂരിലും വടക്കഞ്ചേരിക്കടുത്തുള്ള കണ്ണമ്പ്രയിലുമുള്ള കാവുകളിൽ കൂടി പൂജാസ്ഥാനം ഇവിടത്തെ പൂജാരിക്കുള്ളതിനാൽ ഇവരെല്ലാം അങ്ങോട്ട് പുറപ്പെട്ട് അതിൻ്റെ ബാക്കി ഉത്സവം അവിടെയാണ് നടത്തുന്നത്. നിശോകം ഉറയുക എന്നത് ഇപ്പോഴില്ലാത്തതിനാൽ 11 മണിയോടെ പൂജകൾ കഴിഞ്ഞ് പ്രസാദവും നൽകി പൂജാരിയും വഴിപാടുകാരോടൊപ്പം നടയടച്ചിറങ്ങും. അർദ്ധരാത്രിയിൽ ഒരാളും ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ വരാറില്ല എന്നതാണ്. അങ്ങനെ പാൽക്കിണ്ടിയിൽ ദക്ഷിണയർപ്പിച്ച് പൂജാരി തന്ന പ്രസാദവും വാങ്ങി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിരുന്ന പൂജാസാധനങ്ങൾ മേലേക്കാവിലമ്മയ്ക്ക് സമർപ്പിച്ച് വീണ്ടും ഒരു കളത്തിൻ്റെ കാത്തിരിപ്പിലേക്കായി പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.